ഹലോ ഗായ്സ്, ARAM വേൾഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് നമ്മൾ വീട്ടിലുള്ള ഡ്രസ്സൊക്കെ മാറ്റാട്ടോ, മാറ്റിയിടാട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മൾ ഷർട്ടെല്ലാം അടിപൊളി ഷർട്ട് വേണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കറുപ്പിലൊരു വരയുള്ള അല്ല വെച്ചാൽ ഒരു വെള്ളയിലൊരു വരയുള്ള കറുപ്പ് വരയുള്ള ഒരു ഡ്രസ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഈ ഡ്രസ്സ് ഇടാട്ടോ. അതിൻ്റെ കൂടെ ഒരു പാൻറ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു ജീൻസ് പാൻറ്റ്, തൊപ്പിയും കണ്ണാടിയും കഴുത്തിലൊരു ഷോൾ പോലത്തതും ഷർട്ടും പാൻറ്റും ഇട്ട് നമ്മൾ വന്ന് പുറപ്പെടാം കേട്ടോ. ജാക്കി ജാനെ, അനിയൻ്റെ പേരല്ല ജാക്കി ജാനെ. അപ്പോൾ ജാക്കി ജാനെ കണ്ടപ്പോൾ ജാക്കി ജാൻ പറഞ്ഞ് എൻ്റെ കൂടെ കാർ എടുക്കാനുള്ളത്. അപ്പം നമ്മളെന്തായാലും കാർ എടുക്കാൻ പോകട്ടെ. പുതിയ കാറാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ ഇന്നോവേനെ ഉദ്ദേശിക്കുന്നത് കിട്ടാം. അപ്പോൾ അനിയന് കാർ ഷോപ്പിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്യണമെന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്തായാലും അവനെ കാർ ഷോപ്പിൻ്റെ അവിടെ നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. അപ്പം അവനോട് കയറാൻ പറയാൻ ഞാനാണ് പോയാൽ നിൽക്കുന്നത്. അപ്പോൾ അനിയ എന്നോട് ഞാൻ കയറിയിട്ട് ഞാൻ പറഞ്ഞപ്പോൾ എന്നോട് ബാക്കിൽ തിരിഞ്ഞ് നോക്കും. എന്നിട്ടൊന്നും അവനെ കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മളെന്തായാലും പറഞ്ഞ് പുറപ്പെടാം കേട്ടോ. എന്തായാലും പുറപ്പെടാം. ഇനി നമുക്ക് എന്തായാലും അവിടെ ഓട്ടോറിക്ഷക്കാരവിടെ നമ്മളറിയാതെ ഒരാളെ എന്തായാലും ഇവിടെ എത്താനായിട്ടുണ്ട്. അപ്പം നമുക്ക് മാപ്പൊക്കെ ഉണ്ട് കേട്ടോ. മാപ്പ് ആവശ്യമുള്ളവർക്ക് മാപ്പിൽ നോക്കിടാം, അല്ലാത്തവർക്ക് നമുക്ക് അതിൻ്റെ പോകാൻ ചെയ്യാം. അപ്പം എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. സംഭവം നടന്നത് ഞാനൊരാളെ തട്ടിത്തെറിപ്പിച്ച് പോലീസുമാർ വന്നു. 1 സ്റ്റാർ ആയിട്ടുണ്ട്. പോലീസുമാരെ ജീപ്പും അതേപോലെ ഒരു പോലീസ് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് രക്ഷപ്പെടണം. എന്നിട്ട് നമുക്ക് കാശൊക്കെ പോകാറ്. അനിയ എന്നോട് എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒതുക്കി വേഗം പോകണമെന്നൊരു പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും വേഗം പോകണം, എന്നിട്ട് കാശൊപ്പം പോകണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ പോലീസുമാരുടെ നിന്ന് രക്ഷപ്പെടണം. ആ ആൾക്കാർ എന്തിനാണ് അവൻ്റെ ഫ്രണ്ട് പോലീസുകാരൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എന്തായാലും ഇവിടെ നേരെ പുറപ്പെടാം. ഈ പോലീസുമാർ ഓടുന്ന അറിഞ്ഞതാണ് ആവുമെന്ന്. എന്തായാലും രക്ഷപ്പെടണം. നമ്മൾ വട്ടം കറങ്ങി അവിടെ കാശൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സ്റ്റാർ പോയിട്ടില്ല. പോലീസ് വടിക്ക് വണ്ടിയായിരുന്നു. പിന്നെ അങ്ങനെ പോയിക്കൊണ്ടൊന്ന് ഡ്രിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഡ്രിഫ്റ്റിങ്സൊക്കെ ആകെ അപ്പം തന്നെ എൻ്റെ 1 സ്റ്റാർ പോയിട്ട് പോലീസുമാരും പോയിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും കാർ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും കാർ ഷോപ്പിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് ഇന്നോവ സെലക്ട് ചെയ്യാനാണ് ഇഷ്ടം. ഡോറൊക്കെ ഞാൻ തല്ലി പൊടിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആൾ എന്നോട് കാര്യങ്ങൾ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും ഇനി കാർ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇന്നോവ എടുക്കുന്നതിൻ്റെ ഇടയിൽ നല്ല അടിപൊളി ഒരു കാറാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഇന്നോവ ഒഴിവാക്കി ഈ ഒരു കാർ എടുക്കാൻ വിചാരിച്ചിട്ടാണ് ഈ കാർ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്കെന്തായാലും പോവാം. അപ്പോൾ ഈ ഒരു നടപ്പാതയിലൂടെ നടന്ന് പോവാണ്. ആ ബാക്ക് ഒരു വഴി ഉണ്ടാവും, ആ വഴിയിൽ പോവാണ്. പനി എൻ്റെ കൂടെ വരുന്നുണ്ട് കേട്ടോ. എൻ്റെ കാർ എടുക്കണം. ഞാൻ അവൻ എന്നോട് പറഞ്ഞിട്ട് ഒരു കാർ എടുക്കണമെന്ന്. അവനിവിടെ ഡ്രോപ്പ് ചെയ്യാനാണല്ലോ അവൻ്റെ കൂടെ വന്നത്. പിന്നെ എൻ്റെ കാർ എടുക്കലും കാണുന്നു അവൻ പറഞ്ഞു. അപ്പോൾ പേപ്പറൊക്കെ പൊട്ടിച്ച് ആകെ പടക്കുന്നൊക്കെ പിന്നെ ഒരു ക്ലാപ്പൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു നേരെ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ അനിയനെ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് അനിയനോട് ബൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവാം കേട്ടോ. അനിയൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇതേപോലത്തെ ഒരു കാറ് എടുക്കണം. ഈ ആൾക്കാർ എവിടെ പോയി നടക്കണം, എവിടെ നോക്കി നമുക്കിതെന്തായാലും മോഡിഫൈ ചെയ്യാം. നമുക്ക് ഈ കാറൊന്ന് മോഡിഫൈ ചെയ്യണം. ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ ഒരു പച്ച കാറാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ പേരെന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. എന്നാലേ നമുക്ക് എന്താ ഉണ്ടാവുള്ളൂ, അറിയുമെന്ന് മനസ്സിലാവുള്ളൂ. ഞാൻ ഈ കാറിൻ്റെ പേര് ഞാൻ നിങ്ങളെന്തായാലും പറയുക.
അപ്പം മുട്ടിക്കണ്ടെന്ന് വിചാരിച്ചൊരു ഞാനാണ്. പക്ഷെ അവള് ചെറുപ്പം മുട്ടി മുട്ടി അയ്യ തുണി അതൊന്നും പറ്റിക്കാൻ തോന്നുന്നു. അപ്പം എന്തായാലും നമ്മൾ കാറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനൊരു ഗ്രീനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു ഗ്രീന് നല്ലൊരു ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് ഇനിയും ഗ്ലാസ് ഒരു റെഡ് ആക്കാമല്ലേ? റെഡ് ആക്കാം. രസമുണ്ടെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഗ്ലാസ് റെഡ് ആക്കാൻ വിചാരിച്ചു. എല്ലാം പച്ചക്ക് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് ഏതൊന്നും കാണാറ്റില്ലല്ലോ. നമുക്ക് എന്തായാലും ഓണം ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ടയർ വലുതാക്കണം ചെറുതാക്കണം എന്നൊക്കെ ഇന്നും കൊണ്ടിരുന്നു. ഏതായാലും ടയർ വീഡിയോ ഷെയ്സിലാക്കിയിട്ടുണ്ട്. ബാഗും ഫ്രണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മേലൊക്കെ ഒന്ന് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കേഴ്സ് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റിക്കർ നല്ല അടിപൊളി സ്റ്റിക്കർ ആയിരുന്നു കേട്ടോ. പക്ഷെ ഈ സ്റ്റിക്കർ ഉള്ളത് നമ്മളെ ഗ്യാരേജിൽ കുറേ ഉണ്ട് കേട്ടോ. നമ്മളെ ഗ്യാരേജിൽ കാറുകളുണ്ട് കേട്ടോ, കുറേ കാറുകൾ. അപ്പോൾ നമ്മളെ ഗ്യാരേജിൽ കുറേ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ സ്റ്റിക്കർ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഈ സ്റ്റിക്കർ എന്തായാലും സെറ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്റ്റിക്കർ തന്നെ ഇപ്പുറത്ത് ഒട്ടിക്കാം കേട്ടോ. ഇപ്പുറത്ത് ഇപ്പോൾ ആദ്യമായിട്ട് സ്റ്റിക്കർ നമുക്കൊന്നും ഡൗട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സ്റ്റിക്കർ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റൈറ്റ് ഭാഗത്ത് ആ സ്റ്റിക്കർ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കാണ് നടത്തുന്നത്. നമുക്ക് ബാക്കും സെറ്റ് ചെയ്യാം. ബാക്കിലും നമ്മൾ ആ സ്റ്റിക്കർ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഈ സ്റ്റിക്കർ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്മോക്കൊക്കെ റെഡിയാക്കാണ്ട്, പിന്നെ അതേപോലെ തന്നെ വീല് ഏതൊക്കെയാണ് വേണ്ടത് റെഡിയാക്കാണ്ട് കേട്ടോ. അപ്പോൾ വീല് ഏത് സെറ്റാണ് വേണ്ടതെന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തടിയുള്ളൊരു വീല് ഞാൻ കണ്ടിരുന്നിട്ട്, കുറച്ചൊക്കെ തടിയുള്ള. അപ്പോൾ ആ വീൽ സെറ്റാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ആ വീല്. പക്ഷെ നമ്മൾ റെഡ് ചെയ്യുന്നു ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ ബ്ലാക്ക് ആക്കി പിന്നെ നമ്മൾ വീലിന് ഒന്നും കൂടി ഡ്രൈൽ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒരു ബ്ലാക്ക് വീലുണ്ടായി, ഒരു തടിയുള്ള വീല്. നമുക്കതൊന്ന് നോക്കാം. കുറേ വീല് നമ്മളിതിൽ അറ്റാച്ച് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. രസമുണ്ടല്ലോ ഈ വീല്. എന്തായാലും അടുത്ത കളർ പരിപാടി നോക്കണം. അപ്പോൾ ഈ വീലിൻ്റെ കളർ റെഡ് ആക്കണം എന്നാണ് എനിക്കൊരു മേജായിട്ടുള്ളൊരു പൊതി. ഗ്രീനാക്കി കഴിഞ്ഞാൽ രസം ഉണ്ടാവും മെയിനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും റെഡ് ആക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്കൊരു വീല് റെഡിയാക്കണോ ഇതാക്കണോ എന്നൊക്കെ നമ്മളെ കഷ്ടപ്പെട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്മോക്ക് പരിപാടിയാണ്. സ്മോക്ക് പരിപാടി ഞാൻ ഗ്രീനാണ് അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ ഗ്രീൻ രസം ഉണ്ടായതുകൊണ്ട്, പിന്നെ റെഡ് രസം ഉണ്ടായതുകൊണ്ട് പിന്നെ റെഡാണ്ട് ഇട്ടു. പിന്നെ അതേപോലെ നമുക്ക് ബുള്ളറ്റ് ആണെങ്കിൽ ഇതൊക്കെ കിട്ടത്തുണ്ട്. പിന്നെ അതേപോലെ ഫ്രണ്ട് സ്റ്റിക്കറും ബാക്ക് സ്റ്റിക്കറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അതേപോലെ ഓൺ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഇതാണിപ്പോൾ ഫൈനൽ ലുക്കാണ് കേട്ടോ. നല്ല അടിപൊളി കാറാണ്. നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. യെല്ലോ ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് വേറെ ഒന്നും ചെയ്യാം. യെല്ലോ അല്ലേ ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണിപ്പോൾ ഫൈനലായിട്ടുള്ള നമ്മൾ കാണുന്നത്. അപ്പോൾ സ്മോക്കിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാമല്ലോ അല്ലേ. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കും ഈ കാർ പുറത്ത് വെക്കണം. നമ്മളിനി ഈ കാറ് പുറത്തെടുക്കാൻ പോവാണ്. അപ്പം നമ്മളെ കാർ പരിപാടിയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കാർ പുറത്തെടുക്കണം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെച്ച് ഗ്യാരേജൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഗ്യാരേജിലിട്ടിട്ട് അപ്പോൾ ക്ഷീണം ഉണ്ടായപ്പോൾ നമ്മൾ ഗ്യാരേജിൽ വെച്ചിങ്ങോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഗ്യാരേജിൽ നമ്മളെ കാറുണ്ട്. പിന്നെ നമ്മളെ കമ്പ്യൂട്ടർ സെക്ഷൻസ് ആട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗ്യാരേജിൽ എത്ര കാറുകളുണ്ട് എന്ന് കാണിച്ചു തരണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഗ്യാരേജിൽ ഗോൾഡ് കാറുകളുണ്ട് കേട്ടോ. ഇന്നോവൻ്റെ ഗോൾഡ്. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചതിൻ്റെ ഗോൾഡ് കാറൊക്കെ ഉണ്ട്.